ഇന്ന് പഴുക്കും നാളെ പഴുക്കുന്നതിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് നമ്മളെ വീട്ടിലെ വാഴക്കൊല എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നിന്ന് നിപ്പിലങ്ങോട്ട് പഴുത്തിട്ടാ. എന്തായാലും കുറെ വെട്ടലും മുറിക്കലും ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് 2 കൊലയും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. കൊല വെട്ടിക്കഴിഞ്ഞാൽ അതിന് 6-4 തിരിച്ച് ഉണ്ണിത്തണ്ട് എടുക്കാതിരുന്ന എങ്ങനെ ശരിയാവാനാ? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണല്ലോ. അതുകൊണ്ട് ഇതിന്റെ ആദ്യത്തെ അവകാശികൾ ഓൾഡ് പങ്കങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതേതായാലും നന്നായി. ഇന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലെ ഏറ്റവും മുഖ്യമാണ് ഈ ദാഹജല വിതരണം. ഈ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ തന്നെയാട്ടാ. നമ്മളെ വീട്ടിലെ പോരാളി കൃഷിയിൽ നിന്നൊക്കെ റിട്ടയർമെന്റ് ലൈഫിക്ക് പോവാന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് നമ്മൾക്കൊരു പ്രൊമോഷൻ തന്നുകൊണ്ട് ഈ വർഷത്തെ പയറ് കുത്തിയിടൽ നമ്മളങ്ങടെ ഏറ്റെടുത്ത് അങ്ങനെ സകലമാന ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് കുത്തിയിട്ടെടുത്ത് ഇനി ഒരു കാത്തിരിപ്പാണ്. നട്ടതൊക്കെ മുളച്ചു വരുന്നതും ഇല വിരിയുന്നതും പൂവിടുന്നതും കായിടുന്നതും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് മുളയ്ക്കായിരിക്കും അല്ലേ? മുളയ്ക്കാണ്ട് എവിടെ പോവാനാ? അപ്പൊ ശരി, കാണാട്ടാ.